സുഹൃത്തുക്കളെ, എല്ലാ മലയാളികൾക്കും ഒരേപോലെ പ്രയോജനപ്രദമായി മാറിയ ഒരു പുതിയ പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇവിടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു പ്രാവശ്യമേ ജീവിക്കുന്നുള്ളൂ. ഒറ്റ പ്രാവശ്യമേ നമുക്ക് ആയുസുള്ളൂ. നമ്മളിവിടെ ജീവിക്കുന്ന ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും വളരെ വിലയുള്ളതാണ്. ഇവിടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും സർക്കാരുമായി ബന്ധപ്പെട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടോ, ജോലിക്ക് വേണ്ടിയിട്ടോ, വിദേശത്ത് പോകണമെങ്കിലോ, ലോൺ എടുക്കണമെങ്കിൽ, കട പണിയണമെങ്കിൽ, വീട് പണിയണമെങ്കിൽ, വ്യാപാരം തുടങ്ങണമെങ്കിൽ, വ്യവസായം തുടങ്ങണമെങ്കിൽ, ഇനിയിപ്പോൾ പെൻഷൻ ലഭിക്കണമെങ്കിൽ പോലും സർക്കാരുമായി ബന്ധപ്പെട്ടേ പറ്റൂ. നമുക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് പലവിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ, ലൈസൻസുകൾ, സാങ്ഷനുകൾ ഒക്കെ ആവശ്യമുണ്ട്. ഏത് തരത്തിലുള്ള സർട്ടിഫിക്കറ്റോ ലൈസൻസോ സാങ്ഷനോ എവിടെ നിന്ന് ആർക്ക് ലഭിക്കണമെങ്കിലും ആദ്യം നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ അപേക്ഷാ ഫോം ആവശ്യമുണ്ട്. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷാ ഫോം വേണമെങ്കിൽ നമ്മൾ വില്ലേജ് ഓഫീസിന് പരിസരത്ത് ചെന്ന് കടകൾ തോറും കയറി ഇറങ്ങണം. ചിലപ്പോൾ കടകളിൽ ലഭിക്കാറില്ല. വില്ലേജ് ഓഫീസിന്റെ പരിസരത്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കാനിരിക്കുന്നവരുടെ കൈകളിലേക്കാണ്. അവരുടെ മുമ്പിൽ നമ്മൾ ഡിഗ്രി എടുത്തവരായാലും ശരി ക്യൂ നിൽക്കേണ്ടി വരും. ഒരു അപേക്ഷാ ഫോം എവിടെ കിട്ടുമെന്നോ അതെങ്ങനെ പൂരിപ്പിക്കണമെന്നോ നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അതിന് മിനക്കെടാറില്ല. വിവാഹം കഴിഞ്ഞു 2-3 കുട്ടികളായാലും പലർക്കും റേഷൻ കാർഡില്ല. ഒരു കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായി തയ്യാറാക്കേണ്ടത് റേഷൻ കാർഡാണ്. എന്നാൽ റേഷൻ കാർഡ് പലരും പറയുന്നത് റേഷൻ ഞങ്ങൾ വാങ്ങിക്കാറില്ല, അതുകൊണ്ട് റേഷൻ കാർഡ് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല. പല ആവശ്യങ്ങൾക്കും പ്രാഥമിക രേഖ റേഷൻ കാർഡാണ്. റേഷൻ കാർഡിന് അപേക്ഷാ ഫോം അടുത്തുള്ള റേഷൻ കടകളിൽ കിട്ടാറില്ല. താലൂക്ക് സപ്ലൈ ഓഫീസ് എവിടെയാണ് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം മെനക്കെടേണ്ടി വരും. എന്നാൽ ഈ CD-യിൽ താലൂക്ക് സപ്ലൈ ഓഫീസ് വരെ പോകാതെ തന്നെ ഈ CD-യിൽ നിന്നും റേഷൻ കാർഡിന് മാത്രമല്ല റേഷൻ കട തുടങ്ങാൻ ഉൾപ്പെടെയുള്ള അപേക്ഷാ ഫോം ഈ CD-യിൽ നിന്നും നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന അപേക്ഷാ ഫോമുകളുണ്ട്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചുള്ള അപേക്ഷാ ഫോം. എല്ലാ വർഷവും 5.5 ലക്ഷത്തിൽ പരം കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്നുണ്ട്. SSLC പരീക്ഷ ജയിച്ചാലും തോറ്റാലും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ലഭിക്കുമ്പോൾ അതിലെ പേരിലോ അഡ്രസ്സിലോ ഏതെങ്കിലും കാരണവശാൽ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ ഓടേണ്ടി വരുന്നു അത് തിരുത്താൻ വേണ്ടിയിട്ട്. SSLC ബുക്കിന് കേടുപാട് സംഭവിച്ചാലോ SSLC ബുക്കിലെ ഒരു അക്ഷരത്തെറ്റ് വന്നാലോ അത് തിരുത്തണമെങ്കിൽ അപേക്ഷാ ഫോം വാങ്ങാൻ തിരുവനന്തപുരത്തെ പരീക്ഷാ ഭവനിൽ പോയേ നമുക്ക് ലഭിക്കുകയുള്ളൂ. തിരുവനന്തപുരം സ്വദേശികൾക്ക് പോലും ജോലിക്ക് പോകുന്ന വ്യക്തിയാണെങ്കിൽ അവധി എടുത്തുകൊണ്ട് പോകേണ്ടി വരും. വർക്കിംഗ് ഡേയിലെ അവിടെ ലഭിക്കുകയുള്ളൂ. അതും 10 മണി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് അപേക്ഷാ ഫോം ലഭിക്കുകയുള്ളൂ. കണ്ണൂരും കാസർഗോഡും ഗ്രാമങ്ങളിലും ഉള്ളവർ പരീക്ഷ എഴുതുന്നുണ്ട്. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളവർ പരീക്ഷ എഴുതുന്നുണ്ട്. എവിടെയുള്ളവർക്കും അപേക്ഷാ ഫോം വാങ്ങണമെങ്കിൽ തിരുവനന്തപുരത്ത് വരണം. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എത്തണമെങ്കിൽ 1.5 ദിവസത്തോളം ബസ്സും ട്രെയിനും കയറി വേണം എത്താൻ. ബസ്സും ട്രെയിനും കയറി തിരുവനന്തപുരത്തെ പരീക്ഷാ ഭവനിലെത്തി അപേക്ഷാ ഫോം വാങ്ങി അത് വായിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് അപേക്ഷാ ഫോമിന്റെ കൂടെ സമർപ്പിക്കേണ്ട തെളിവ് രേഖകൾ കയ്യിലില്ല എന്ന്. വീണ്ടും തിരികെ നാട്ടിൽ പോയി എല്ലാം തയ്യാറായിക്കൊണ്ട് വരണം. ഒരു പ്രാവശ്യം വന്നു പോകുന്നതിന് കാസർഗോഡ് ഗ്രാമങ്ങളിലുള്ളവർക്ക് കുറഞ്ഞത് 1000 രൂപയും ചെലവാകും. 3 ദിവസത്തെ കഷ്ടപ്പാടുണ്ട് അപേക്ഷാ ഫോം വാങ്ങാൻ വേണ്ടി മാത്രം. അതേപോലെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങളിലുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാൽ ഈ CD കയ്യിലുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും തൊട്ടടുത്ത DTP സെന്ററിൽ കയറിയാൽ CD അവിടേക്ക് നൽകുക, ആവശ്യമുള്ള അപേക്ഷാ ഫോം ഏതാണെന്ന് പറയുക, എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ പേരോ ഒപ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തണം. ഔദ്യോഗികമായി പേരോ ഒപ്പോ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ നടത്തണം. ഗസറ്റ് നോട്ടിഫിക്കേഷന്
തിരുവനന്തപുരത്തെ ഗവൺമെൻറ് പ്രസ്സിലാണ് അപേക്ഷാ ഫോം ലഭിക്കുന്നത്. കേരളത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവർക്കും തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വരും. അവിടെ ചെന്നാൽ ഒരു അപേക്ഷാ ഫോമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് എത്ര അപേക്ഷാ ഫോം വേണമെങ്കിലും എടുക്കാം. അത് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന അപേക്ഷാ ഫോമുകൾ. അതുപോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഈ സൈഡിലുണ്ട്. നേരത്തെ ഞാൻ പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകളുടെ CD നിങ്ങളുടെ കൈവശം ഉണ്ടാകാം. അതിൽ 529 അപേക്ഷാ ഫോമുകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ 1500ഓളം അപേക്ഷാ ഫോമുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ സിവിൽ സർവീസിന് പരീക്ഷ എഴുതാനുള്ള അപേക്ഷാ ഫോം ഉൾപ്പെടെയുണ്ട്. UPSC അപേക്ഷാ ഫോമുകൾ. ഇതിനു മുൻപ് ഞാൻ പുറത്തിറക്കിയ അപേക്ഷാ ഫോമുകളുടെ CD-യിൽ 529 അപേക്ഷാ ഫോമുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ CD-യിൽ 1500-ൽ പരം അപേക്ഷാ ഫോമുകളുണ്ട്. ലേബർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രം അപേക്ഷാ ഫോമുകൾ PDF ഫയലുകളും വേർഡ് ഫയലുമായിട്ട് ഏകദേശം 200ഓളം അപേക്ഷാ ഫോമുകൾ. ഇതിലെ കൂടുതലും അപേക്ഷാ ഫോമുകൾ നമുക്ക് പൂരിപ്പിച്ച് പ്രിന്റ് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് എടുത്ത് പേന വെച്ച് പൂരിപ്പിച്ചും ഉപയോഗിക്കാം. നമുക്ക് കമ്പ്യൂട്ടർ വേണമെന്നില്ല, കമ്പ്യൂട്ടർ എന്തെന്ന് അറിയണമെന്നുമില്ല. വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ആവശ്യമേ ഇല്ല. ഓഫീസിൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് ഓഫീസിൽ നിന്ന് അപേക്ഷാ ഫോമുകൾ ആവശ്യാനുസരണം എടുക്കാം. കമ്പ്യൂട്ടർ എന്തെന്ന് അറിയാത്തവർക്ക് പോലും ഇത് ഉപയോഗപ്രദം. നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും DTP സെന്ററുകളുണ്ട്. അപേക്ഷാ ഫോമുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കപ്പെടും എന്നെഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടർ സെന്ററുകൾ കേരളത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോഴുണ്ട്, പട്ടണങ്ങളിലും ഉണ്ട്. തൊട്ടടുത്ത DTP സെന്ററിലേക്ക് കയറി ഈ CD അവിടെ നൽകിയാൽ നമുക്ക് ആവശ്യമുള്ള ഏത് അപേക്ഷാ ഫോം വേണമെങ്കിലും അവർ നമുക്ക് എടുത്തു തരും. പൂരിപ്പിക്കണമെങ്കിൽ പൂരിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഫോമായിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാം. ഞാൻ നേരത്തെ പുറത്തിറക്കിയ CD വാങ്ങിയ പലരും എന്നോട് പറയുന്നു, സുഹൃത്തെ, തൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗവുമാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുകൊണ്ട് വരുമാനം ഉണ്ടാകുന്നത്? അവർ DTP സെന്റർ നടത്തുന്നവരാണ്. എൻ്റെ CD കയ്യിൽ കിട്ടിയതിന് ശേഷം അവർ DTP സെന്ററിന് മുൻപിൽ എല്ലാവിധ അപേക്ഷാ ഫോമുകളും ഇവിടെ ലഭിക്കും എന്ന് ബോർഡ് എഴുതി വെച്ചു. ആവശ്യക്കാർ ഫോമുകൾക്ക് വരുമ്പോൾ ഇതിൽ നിന്ന് അവർ പ്രിന്റ് ഔട്ട് എടുത്ത് കൊടുക്കുന്നു. അവർക്ക് നല്ല വരുമാനം ഉണ്ടാകുന്നു. നിങ്ങളുടെ വീട്ടിലും കമ്പ്യൂട്ടർ പഠിച്ച കുട്ടികൾ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ DTP പഠിച്ച വീട്ടമ്മമാർ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിലും, നിങ്ങൾക്കും ഒരു സിസ്റ്റവും പ്രിന്ററും എടുത്തു വെച്ചാൽ നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലും ഒരു ബോർഡ് വെക്കാം, എല്ലാവിധ അപേക്ഷാ ഫോമുകളും ഇവിടെ ലഭിക്കുമെന്ന്. നിങ്ങൾക്കും ഒരു വരുമാന മാർഗമാകും. ഈ CD കയ്യിലുണ്ടെങ്കിൽ അപേക്ഷാ ഫോമുകൾ വാങ്ങാൻ എങ്ങും നാം പോകേണ്ടതില്ല. വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് അപേക്ഷാ ഫോം പൂരിപ്പിച്ചോ പൂരിപ്പിക്കാതെയോ എടുക്കാം. ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ഓഫീസിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ഓഫീസിൽ വെച്ച് തന്നെ അപേക്ഷാ ഫോം എടുക്കാവുന്നതാണ്. നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ, കമ്പ്യൂട്ടർ അറിയില്ലെങ്കിലും തൊട്ടടുത്ത DTP സെന്ററിലേക്ക് ചെന്ന് ഈ CD അവിടെ നൽകിയാൽ ഈ CD-യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള അപേക്ഷാ ഫോം അവർ നമുക്ക് എടുത്തു നൽകുന്നതാണ്. അത് പൂരിപ്പിച്ചോ പൂരിപ്പിക്കാതെയോ എടുക്കാം. ഈ CD-യിൽ ഏറ്റവും കൂടുതൽ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിക്കാവുന്ന തരത്തിലുള്ളതാണ്. എന്നാൽ ചില അപേക്ഷാ ഫോമുകൾ കൂടുതൽ കോളങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രിന്റ് ഔട്ട് എടുത്ത് പൂരിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൽ നൽകിയിരിക്കുന്നത്.
ഇത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇടാം. CD കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെത്താൻ ഓപ്പൺ ആവും. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ CD തന്നെത്താൻ ഓപ്പൺ ആവും. CD ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ മോൺസിസ് ആപ്ലിക്കേഷൻ ഫോംസ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു, കഴ്സർ കൊണ്ടുവന്നു ഇതിൽ ക്ലിക്ക് ചെയ്താൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇതേപോലെ ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ വരുന്നു. ഏത് ഡിപ്പാർട്ട്മെന്റോ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ റേഷൻ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു. ഇതിൽ റേഷൻ കാർഡിന്റെ അപേക്ഷ ഫോം, മലയാളത്തിലുള്ള അപേക്ഷാ ഫോമുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലുള്ള അപേക്ഷാ ഫോമുകൾ ഇംഗ്ലീഷിലും ഇതിൽ ലഭിക്കുന്നു. നമുക്ക് ഡിപ്പാർട്ട്മെന്റുകളുടെ പേരുകൾ വരുന്നു. അതിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. SSLC ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു. അതിൽ SSLC ബുക്ക് നഷ്ടപ്പെട്ടാലോ കേടുപാട് സംഭവിച്ചാലോ അക്ഷരത്തെറ്റ് വന്നു കഴിഞ്ഞാലോ തിരുവനന്തപുരത്ത് മാത്രം കിട്ടുന്ന അപേക്ഷാ ഫോമാണിത്. പരീക്ഷാ ഫോമിലെ ഈ അപേക്ഷാ ഫോം ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇത് നമുക്ക് ഏത് സ്ഥലത്ത് വെച്ചും ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. മലയാളത്തിലുള്ള ഫോമുകൾ മലയാളത്തിലെടുക്കാം, ഇംഗ്ലീഷിലുള്ള ഫോമുകൾ ഇംഗ്ലീഷിലെടുക്കാം. ഇനി നമുക്ക് ബയോഡേറ്റ തയ്യാറാക്കണമെങ്കിൽ ഇതിൽ ബയോഡേറ്റ എന്ന ഒരു ഫയലുണ്ട്. റെസ്യൂമെ, നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടൈപ്പ് ചെയ്ത ഫോം പ്രിന്റ് വിടാം. ഇതുപോലെ ടൈപ്പ് ചെയ്ത ഫോമുകൾ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഒരു കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് റേഷൻ കാർഡ് ആണ്. എല്ലാ കുടുംബത്തിനും റേഷൻ കാർഡ് ആവശ്യമാണ്. ഭാര്യയ്ക്ക് ഭാര്യയുടെ വീട്ടിലെ റേഷൻ കാർഡിലെ പേര്, ഭർത്താവിന് ഭർത്താവിൻ്റെ വീട്ടിലെ റേഷൻ കാർഡിലാണ് പേര്. എന്നാൽ പുതുതായിട്ടൊരു റേഷൻ കാർഡിന് അപേക്ഷാ ഫോം ലഭിക്കണമെങ്കിൽ അത് നമ്മുടെ താലൂക്ക് സപ്ലൈ ഓഫീസിൽ പോയാലേ ലഭിക്കാറുള്ളൂ. എന്നാൽ താലൂക്ക് സപ്ലൈ ഓഫീസ് വരെ നമുക്ക് പോകേണ്ടതില്ല, ഇതിൽ നിന്നെടുക്കാം. ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോം, 3 പേജ് ഉണ്ട്. ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോം. കമ്പ്യൂട്ടറിൽ വെച്ച് തന്നെ വേണമെങ്കിൽ പൂരിപ്പിക്കാം, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് പേന വെച്ച് പൂരിപ്പിച്ച് ഓഫീസുകളിൽ കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ഏത് അപേക്ഷാ ഫോം പൂരിപ്പിച്ചും അല്ലെങ്കിൽ പൂരിപ്പിക്കാതെയും എടുക്കാം. എത്ര അപേക്ഷാ ഫോം ഇതിൽ നിന്ന് എടുത്താലും
ഒരിക്കലും അപേക്ഷാ ഫോമുകൾ തീർന്നു പോകത്തില്ല. അത് വലിയൊരു ഗുണമല്ലേ. ഇത് റേഷൻ കാർഡിനുള്ള അപേക്ഷാ ഫോം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട അപേക്ഷാ ഫോമുകൾ. ഇത് വിവരാവകാശ നിയമത്തിൻ്റെ അപേക്ഷാ ഫോം. ഇതിൽ ഏത് ഓഫീസിലേക്കാണോ നൽകേണ്ടത് അത് മലയാളത്തിലുള്ള അപേക്ഷാ ഫോം വേണമെങ്കിൽ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിൻ്റെ അപേക്ഷാ ഫോം വേണമെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെയുണ്ട്. അപേക്ഷകൻ്റെ പേര്, അതുപോലെ ഏത് സ്ഥാപനത്തിൽ നമ്മൾ കൊടുക്കുന്നോ ആ സ്ഥാപനത്തിൻ്റെ പേര്, മേൽവിലാസം, ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ ഈ പേജിൽ കൊള്ളുന്നില്ലെങ്കിൽ എത്ര പേജ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇത് ഇംഗ്ലീഷിലുള്ള അപേക്ഷാ ഫോം. അപേക്ഷാ ഫോമുകൾ വാങ്ങാൻ ഇനി അലഞ്ഞു നടക്കേണ്ടതില്ല. ഇതിൽ നിന്ന് എത്ര അപേക്ഷാ ഫോം വേണമെങ്കിലും നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം. ഈ CD VCDയിലോ DVDയിലോ ഇട്ടാൽ എൻ്റെ സംഭാഷണം കാണാനും കേൾക്കാനും മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് അപേക്ഷാ ഫോം കാണാനോ എടുക്കാനോ പറ്റുകയില്ല. അപേക്ഷാ ഫോം കാണണമെങ്കിൽ കമ്പ്യൂട്ടർ വേണം. നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ തൊട്ടടുത്ത DTP സെന്ററിൽ നിന്ന് ഇതിലെ അപേക്ഷാ ഫോം എത്ര വേണമെങ്കിലും എടുക്കാം, ഉപയോഗിക്കാം. ലോകത്തിലാദ്യമായി മലയാളികൾക്ക് വേണ്ടി 1500-ൽ പരം അപേക്ഷാ ഫോമുകൾ, ജനന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ ഫോം മുതൽ IAS-നും IPS-നും സെലക്ഷൻ ലിസ്റ്റിലേക്ക് ഉള്ള അപേക്ഷാ ഫോം ഉൾപ്പെടെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാം, ഉപയോഗിക്കാം. 3.5 വർഷത്തെ എൻ്റെ അധ്വാനം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി തയ്യാർ ചെയ്ത ഈ പ്രോഡക്റ്റ് മലയാളികൾക്കായി ഞാൻ സമർപ്പിക്കുന്നു. എല്ലാ മലയാളികൾക്കും വളരെയേറെ പ്രയോജനപ്രദമായി മാറിയ ഒരു പുസ്തകമാണ് അത്യാവശ്യ അറിവുകൾ. ഈ പുസ്തകം ഞാൻ 2005-ലും 2007-ലും പ്രസിദ്ധീകരിച്ചു. അത് അന്നുള്ള നിയമങ്ങളായിരുന്നു ആ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിയമങ്ങൾ പലതും മാറി. ഈ പുസ്തകത്തിലുള്ള നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട നിയമങ്ങളാണ്. ഒന്ന്, മനുഷ്യരായ നമ്മളെല്ലാവരും മനുഷ്യാവകാശ നിയമം എന്താണ് എന്ന് മനസ്സിലാക്കണം. 2, ഒരുപാട് വിവരമുള്ളവരാണ് നമ്മൾ. അക്കൂട്ടത്തിൽ അല്പം വിവരാവകാശ നിയമവും മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഈ പുസ്തകത്തിലെ മറ്റു പല നിയമങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പരിശീലിപ്പിക്കുന്ന നിയമങ്ങളാണ്. സാധാരണക്കാരെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടി വരുന്നു. സർക്കാർ ഓഫീസുകളിൽ പോകുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഒരു വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ അപേക്ഷയുടെ കൂടെ നൽകേണ്ട തെളിവ് രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പല പ്രാവശ്യം ഓഫീസുകൾ തോറും കയറി ഇറങ്ങി നടക്കേണ്ടി വരുന്നു. നാം കൊടുക്കുന്ന അപേക്ഷയിന്മേൽ വില്ലേജ് ഓഫീസർ തീർപ്പ് കൽപ്പിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡമുണ്ട്. വില്ലേജ് ഓഫീസർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര വരുമാനമുണ്ട്. നാം പറയുന്ന വരുമാനം ഒരു കാരണവശാലും അവർ നമുക്ക് എഴുതി തരത്തില്ല. അവർക്ക് തോന്നുന്ന രീതിയിൽ നമ്മുടെ വരുമാനം എഴുതാനും പറ്റത്തില്ല. അതിന് പ്രത്യേക മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഈ സർക്കാർ വില്ലേജ് ഓഫീസർമാർക്ക് പരിശീലനം നൽകുമ്പോൾ അവർക്ക് പഠിക്കാനൊരു പുസ്തകം നൽകുന്നുണ്ട്. ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമവും നടപടിക്രമങ്ങളും അനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ വില്ലേജ് ഓഫീസർമാരോ താലൂക്ക് ഓഫീസർമാരോ ചെയ്തു തരുന്നത്. അവർക്ക് നൽകിയിരിക്കുന്ന പുസ്തകത്തിലുള്ള വിവരങ്ങൾ കൂടുതലും ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം വാങ്ങിയവരെല്ലാവരും പറയുന്നു വളരെയേറെ പ്രയോജനപ്രദമായി മാറി. അതുപോലെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട നിയമം, വിവരാവകാശ നിയമം, നാം ഓരോരുത്തരും ഓരോ ഭാരതീയരും മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രയോജനം ചെയ്യുന്ന നിയമമാണ് വിവരാവകാശ നിയമം. 2005 ഒക്ടോബർ 12-ന് ഇന്ത്യയിൽ നിലവിൽ വന്ന ഒരു നല്ല നിയമം. മനുഷ്യരായ നമുക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ട് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ഏത് സർക്കാർ ഓഫീസിലെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഏത് വിവരവും ആർക്കും അറിയാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം. ഒരു വെള്ള പേപ്പറും 10 രൂപയുടെ കോട്ടുപി സ്റ്റാമ്പും ഉണ്ടെങ്കിൽ ഏത് സർക്കാർ ഓഫീസിലെ ഏത് രേഖയുടെയും ഏത് വിവരത്തിൻ്റെയും കോപ്പി ആർക്കും ആവശ്യപ്പെടാം. ആവശ്യപ്പെടുന്ന വ്യക്തിക്ക് ആവശ്യപ്പെടുന്ന രേഖ
30 ദിവസത്തിനുള്ളിൽ സത്യസന്ധമായി നൽകണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആവശ്യപ്പെടുന്ന വ്യക്തി ആരാണെന്നോ, ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ഉദ്ദേശം എന്താണെന്നോ, ആവശ്യപ്പെടുന്ന വ്യക്തി നൽകിയ അഡ്രസ്സ് ശരിയാണോ, ഇതൊന്നും അന്വേഷിക്കേണ്ട കാര്യം ഉദ്യോഗസ്ഥന്മാർക്കില്ല. നമ്മൾ ചോദിക്കുന്ന വിവരം സത്യസന്ധമായി 30 ദിവസത്തിനുള്ളിൽ നമുക്ക് നൽകണം. ചോദിക്കുന്ന വിവരം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് നൽകിയില്ലെങ്കിൽ 31ാമത്തെ ദിവസം തൊട്ട് ഓരോ ദിവസത്തിനും 250 രൂപ വെച്ച് പിഴയടക്കേണ്ടി വരും. നമ്മളല്ല, തരാതിരുന്ന ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന് പിഴയടക്കേണ്ടി വരുന്നു. ആദ്യമായി അങ്ങനെ പിഴയടക്കേണ്ടി വന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ അഡീഷണൽ സെക്രട്ടറി KK രമണി. ഏകദേശം 14,750 രൂപയാണ് അവർ പിഴയടക്കേണ്ടി വന്നത്. അതുപോലെ കേരളത്തിലെ പ്രമുഖ കോർപ്പറേഷനിലെ സെക്രട്ടറിക്കും അഡീഷണൽ സെക്രട്ടറിക്കും കൂടെ 24,500 രൂപ പിഴയടക്കേണ്ടി വന്നു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിലെ ഒരു കെട്ടിടത്തിന്റെ സ്കെച്ചിന്റെയും പ്ലാനിന്റെയും കോപ്പി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വ്യക്തി അപേക്ഷ നൽകി. സെക്രട്ടറി വിളിച്ചിട്ട് ചോദിച്ചു, താങ്കളുടേതാണോ ആ ബിൽഡിംഗ്? അല്ല. തൻ്റെ ബന്ധുവിൻ്റെ ആണോ ബിൽഡിംഗ്? അല്ല. എടോ, വല്ലോന്റെ ബിൽഡിങ്ങിന്റെ സ്കെച്ചും പ്ലാനും തനിക്ക് എന്തിനാടോ ഞങ്ങൾ നൽകേണ്ടത്? തരത്തില്ലെന്ന് പറഞ്ഞു, കൊടുത്തില്ല. വിവരാവകാശ കമ്മീഷന്റെ പരാതി ചെന്നു. കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ചു. എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ട രേഖ കൊടുത്തില്ല? അത് സാറേ, വല്ലോന്റെ കെട്ടിടത്തിന്റെ സ്കെച്ച് പ്ലാൻ അവർ ചോദിച്ചു, അതുകൊണ്ട് കൊടുത്തില്ല. സുഹൃത്തുക്കളെ, വല്ലോന്റെയും കെട്ടിടത്തിന്റെ അല്ല, ആരുടെ കെട്ടിടത്തിന്റെ ആയാലും സർക്കാരിന്റെ കൈവശമുള്ള രേഖയാണോ അത് ആര് ചോദിച്ചാലും കൊടുക്കണം. കാരണം സർക്കാർ എന്ന് പറയുന്ന സംവിധാനം ചലിക്കുന്നത് 120 കോടി വരുന്ന ഇന്ത്യക്കാരിൽ 75 കോടി ജനങ്ങൾക്കും നേരിട്ട് നികുതി അടയ്ക്കാൻ കഴിവില്ലാത്തവരാണ്. അവർ തെരുവിൽ അലയുന്നവരാകാം, പട്ടിണി പാവങ്ങൾ, കൂലിപ്പണിക്കാർ, തെരുവിൽ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കുന്നവരുടെ ഉൾപ്പെടെ വിയർപ്പായ നികുതിപ്പണമാണ് ഈ പദ്ധതികൾക്കെല്ലാം ചിലവഴിക്കുന്നതും ശമ്പളം നൽകുന്നതും ആനുകൂല്യങ്ങൾ നൽകുന്നതും അതുപോലെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നൽകുന്നത്. നേരിട്ട് അവർ നികുതി അടയ്ക്കാറില്ല. പിന്നെ എങ്ങനെയാ നികുതി ഇവിടെ ലഭിക്കുന്നത്? അവരിവിടെ ജീവിക്കുമ്പോൾ 1 കിലോ അരി വാങ്ങിച്ചാൽ അതിന്റെ നികുതി ഗവൺമെന്റിന് കിട്ടും. അവർ യാത്ര ചെയ്താൽ അതിന്റെ നികുതി ഗവൺമെന്റിന് കിട്ടും. അങ്ങനെ അവരിവിടെ ജീവിക്കുമ്പോൾ അവരുടെ വിയർപ്പിൽ നിന്നുണ്ടാകുന്ന പണം കൊണ്ട് ഇവിടെ എന്തൊക്കെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് അറിയാനുള്ള അവകാശം അത് നിഷേധിക്കാൻ പാടില്ല. അതാണ് വിവരാവകാശം. സുഹൃത്തുക്കളെ, ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരുന്നാൽ വളരെയേറെ പ്രയോജനപ്പെടും. ആ ഉദ്യോഗസ്ഥന്മാർ ആ വിവരം നൽകാതിരുന്നത് കൊണ്ട് അവർക്ക് 2 പേർക്കും കൂടെ ശിക്ഷ വിധിച്ചത് 24,500 രൂപയാണ്. അതുപോലെ മിക്കവാറും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പത്രങ്ങളിൽ കാണാൻ സാധിക്കും, ഇന്ന ഉദ്യോഗസ്ഥന് പിഴ കിട്ടി, മറ്റൊരു ഉദ്യോഗസ്ഥന് ഇത്ര രൂപയുടെ പിഴ കിട്ടി തുടങ്ങിയ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയുടെ വീടിന്റെ സ്കെച്ചും പ്ലാനും വേണമെങ്കിൽ അതുൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അത്ഭുതം തോന്നുന്നുണ്ടാകാം നിങ്ങൾക്ക്, അയൽവാസിയുടെ സ്കെച്ചും പ്ലാനും നമുക്കെങ്ങനെ കിട്ടും അല്ലേ? അതെ, അവന് കുറെ നാളുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് കുറെ കാശ് കിട്ടി, അവൻ എന്താ കെട്ടിടം പണിയുന്നു, 2 നില കെട്ടിപ്പൊക്കുന്നു, അവൻ വീട് വാർക്കാൻ പോകുന്നു. എവനിത് സാങ്ഷൻ വാങ്ങിച്ചിട്ടാണോ ഈ പണി ചെയ്യുന്നതെന്ന് നമുക്കൊന്നറിയാം. ഒരു വെള്ളപ്പേപ്പർ, 10 രൂപയുടെ കോട്ട് സ്റ്റാമ്പ്. നിങ്ങൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവരാണെങ്കിൽ 10 രൂപയുടെ കോട്ട് സ്റ്റാമ്പിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എവിടെയാണോ അവിടെ അപേക്ഷ നൽകുക. കാരണം നമുക്ക് വീടോ കെട്ടിടമോ എന്ത് പണിയണമെങ്കിലും നമ്മുടെ ഇഷ്ടപ്രകാരം വീടിന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കിയാലും അത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ നൽകി അവിടെ നിന്ന് സാങ്ഷൻ ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വീട് പണി തുടങ്ങാൻ പറ്റുകയുള്ളൂ. അതേപോലെ എല്ലാവരും സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും അപേക്ഷ നൽകാം. ഇന്ന വീടിന്റെ ഇന്ന നമ്പറിലുള്ള ഇന്ന വ്യക്തികൾ താമസിക്കുന്ന വീടിന്റെ സ്കെച്ചും പ്ലാനിന്റെ കോപ്പി ആവശ്യമുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന വിവരം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. തന്നില്ലെങ്കിൽ തരാതിരിക്കുന്ന ഉദ്യോഗസ്ഥന് പിഴശിക്ഷ കിട്ടും. അതുപോലെ അതിന് അപേക്ഷ നൽകാനുള്ള അപേക്ഷ ഫോം CD-യിൽ തന്നെയുണ്ട്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന് വരെ നൽകാനുള്ള അപേക്ഷാ ഫോമുകൾ അതിലുണ്ട്.
കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഏത് സർക്കാർ ഓഫീസിലെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഏത് വിവരവും ആർക്കും അറിയാനുള്ള അവകാശം. ഇത് ഓരോ മലയാളിയും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിരിക്കുക. ഇത് വരുന്ന നാളുകളിൽ നമുക്ക് ഒത്തിരി പ്രയാസം ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏത് സർക്കാർ ഓഫീസിലും അപേക്ഷയോ പരാതിയോ നൽകിയാൽ ഉടൻ തന്നെ അത് അവർ സ്വീകരിച്ചതായിട്ട് അവിടെ നിന്നൊരു രസീത് എഴുതി വാങ്ങിയിരിക്കണം. എല്ലാ സർക്കാർ ഓഫീസിലും അതിനുള്ള രസീത് സർക്കാർ നൽകിയിട്ടുണ്ട്, എന്നാൽ അത് നമ്മൾ വാങ്ങിയിരിക്കണം. എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ പരാതി സ്വീകരിക്കുമ്പോൾ അവിടെ നിന്ന് സ്വീകരിച്ചതായിട്ട് രസീത് നൽകാറുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഓഫീസിൽ നിന്ന് നിങ്ങൾ നൽകുന്ന അപേക്ഷയ്ക്കോ പരാതിക്കോ രസീത് നൽകുന്നില്ലെങ്കിൽ ആ വിവരം നിങ്ങൾക്ക് ആ ഉദ്യോഗസ്ഥന്റെ മേലധികാരിയെയോ കളക്ടറെയോ വിവരം ധരിപ്പിക്കാം. അതല്ലെങ്കിൽ ലോകായുക്തയ്ക്കോ ഓംബുഡ്സ്മാനോ പരാതി നൽകാവുന്നതാണ്. കാരണം ഈ പ്രസ്ഥാനങ്ങളെല്ലാം ചലിക്കുന്നത് എൻ്റെയും നിങ്ങളുടെയും വിയർപ്പ് കൊണ്ടാണ്. ഈ CD പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എൻ്റെ ഇമെയിൽ ID ഉണ്ട്, അതിലയച്ചു തരാം. അതല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് CD-യിലുണ്ട്, അതിലയക്കാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഫോണിൽ നേരിട്ട് നിങ്ങൾക്ക് വിളിച്ച് അഭിപ്രായവും നിർദ്ദേശവും അറിയിക്കാവുന്നതാണ്. ഇനിയും കൂടുതൽ കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹത്തോടു കൂടി നമസ്കാരം.